സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ അവധിക്കാല വരകളുടെ ആ വീഡിയോ തന്നെയാണ്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചിത്രം വര പഠിച്ചു തുടങ്ങാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു മരം വരക്കുകയാണ്. അതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു റൗണ്ട് ഇടുക, പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു വര കൊടുത്താൽ തന്നെ നമുക്കൊരു മരമാക്കി മാറ്റാം. ഇതിനെ വളരെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് വര പഠിച്ചു തുടങ്ങേണ്ടത്. ഇതൊക്കെ ആർക്കും വരക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ മറ്റൊരു മരം വരക്കുകയാണ്. ഇതും അതുപോലെ ഒരു മരമാണ്. നമ്മൾ ആ ഓവൽ ഷേപ്പ് തന്നെയാണ് ഏകദേശം. ഇതിനും നമ്മൾ ചെറിയൊരു കൊമ്പൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഈ മരം ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്കിതൊക്കെ വരച്ച് പഠിക്കാവുന്നതാണ്. നമ്മൾ മൂന്നാമതും ഒരു മരം വരക്കുകയാണ്. അതിന് കുറച്ച് ചെറിയ സൂത്രവാക്യങ്ങളൊക്കെ ഞാൻ ദാ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ ഈ മരത്തിൻ്റെ കൊമ്പിൻ്റെ അവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതാ നമുക്ക് കാണാം, ദാ 3 ദാ എന്നിട്ട് കണ്ട് തന്നെ നമുക്കിതുപോലെ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക അവിടെ. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അവിടെ ഒരു ഇല കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് കണ്ടില്ലേ, സിമ്പിളായിട്ടൊരു മരമായി മാറിപ്പോൾ. അപ്പോൾ നമ്മൾ ഈ മരം വരച്ചവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് ഓരോ ചെറുതായിട്ട് ഇങ്ങനെ ആകൃതി കൊടുക്കുക. ഇവിടെ നമ്മൾ നാ എന്നുള്ള അക്ഷരമാണ് ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ അത് അവിടെ ഒരു മരത്തിൻ്റെ ഒരു ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലെ കാണും. പിന്നെ നമ്മളിതുപോലെ 2 ചക്ക വരച്ചൊക്കെ കൊടുക്കുക. നമ്മളെ അത് ഭംഗി കൂട്ടാൻ, ഒരു രസം തോന്നിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ മറ്റൊരു സൂത്രവാക്യമാണ്. ചെറിയൊരു ഐഡിയ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മരം വരക്കുക. ഇങ്ങനെ 3 ഓവൽ ഷേപ്പിൽ 3 റൗണ്ട് ഇടുക, പിന്നെ അതുപോലെ ഒരു കൊമ്പ് കൊടുക്കുക, മരത്തിൻ്റെ തടി. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് കണ്ടിട്ട് ഒരു മരമായി മാറിപ്പത്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വേറൊരു മരം വരക്കുകയാണ്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ മരമായിട്ടാണ് നമ്മൾ വരക്കുന്നതല്ല, നമ്മൾ വരക്കുന്നതിൻ്റെ ഒരു ആകൃതി അങ്ങനെയാണ്, വലിയ മരമാണ്. കുറച്ച് വലിയൊരു മാവ് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ കൊമ്പുകളും ഇതൊക്കെ 2 ഇതളുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വരച്ചാൽ നല്ല രസത്തിൽ ഭംഗിയിൽ കിട്ടും മരത്തിൻ്റെത്. ഇത് കുട്ടികളല്ല, നമ്മുടെ അമ്മമാർക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവർക്കിതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 2 തട്ടായിട്ടുള്ള മരമാണ് കേട്ടോ. കുറച്ച് മേലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു മരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച മരം തന്നെ 2 ഘട്ടമായിട്ട് ഇങ്ങനെ കൊടുത്താൽ തന്നെ, പിന്നെ 2 കൊമ്പും മരത്തിൻ്റെ തടിയൊക്കെ കൊടുത്താൽ സിമ്പിളായിട്ട് തന്നെ ആദ്യം വരച്ച് പ്രാക്ടീസ് ആയവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ഒരു ആലിൻ്റെ ചിത്രമാണ്. കുറച്ച് പരത്തി ഒന്ന് കൊടുത്താൽ തന്നെ നമുക്ക് സാധാ മരം വരക്കുന്നത് പോലെ തന്നെയാണ്. അത് കുറച്ച് പരത്തി കൊടുത്താൽ തന്നെ നമുക്കൊരു ആലിൻ്റെ രൂപം കിട്ടും. ആലുകൾ പല ആകൃതിയിലുണ്ട് കേട്ടോ. ഇതുപോലെ മാത്രമല്ല, ആലെന്ന് മാത്രമല്ല എല്ലാ മരങ്ങളും അതിനനുസരിച്ചായ ആകൃതിയിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആല് വരക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ നമുക്ക് അതിൻ്റെ ആലിൻ്റെ വള്ളികളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സുഖമായിട്ട് വരക്കാൻ കഴിയും. അതുപോലെ ബ്രാഞ്ചുകളൊക്കെ കുറച്ച് പിന്നെ വൈഡായിട്ടാണ് ആലിൻ്റെത് കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. നമ്മളിപ്പോൾ വരച്ചത് ആൽത്തറ കേട്ടോ, അറിയാമല്ലോ. അപ്പോൾ പിന്നെ
ആലിന് നമ്മൾ പിന്നെ അതുപോലെ വള്ളികളൊക്കെ കൊടുക്കണം. ആലിൻ്റെ വള്ളികൾ വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കേണ്ടത്, ഇത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല ശരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ മരങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, വരച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ആലിൻ്റെ ചുവട്ടിലൊക്കെ എപ്പോഴും ഇതുപോലെ ആളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന മരമാണല്ലോ ആല്. അപ്പോൾ നല്ല തണുപ്പായിരിക്കും, നല്ല ശുദ്ധമായ വായുവായിരിക്കും. അപ്പോൾ അതുപോലെ രണ്ടാളൊക്കെ ഒന്ന് വരക്കുക. പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.